PSC സഹചാരിയിലേക്ക് സ്വാഗതം. NCC അല്ലെങ്കിൽ സൈനിക് വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റിലെ ക്ലർക്ക് തസ്തികയിലേക്ക് നടന്നിട്ടുള്ള പരീക്ഷയുടെ ഫൈനൽ ആൻസർ കീയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇത് എക്സ് സർവീസ്മെൻ കാറ്റഗറിയിലുള്ള ആ ഒരു വിഭാഗത്തിൽപ്പെട്ടവർക്ക് മാത്രമാണ് എഴുതാൻ പറ്റുന്നത്. ഒരു ഓൺലൈൻ എക്സാം ആയിരുന്നു. അപ്പോൾ ഇത് നമ്മുടെ സാധാരണ ക്ലർക്ക് പരീക്ഷകളുടെ അല്ലെങ്കിൽ 10th മെയിൻസ് ലെവലുള്ള പരീക്ഷകളുടെ അതേ സിലബസ് തന്നെയാണ്. അപ്പം ഇനിയിപ്പോൾ 10th മെയിൻസ് എഴുതാൻ പോകുന്നവർക്കൊക്കെ ഈ ഒരു ചോദ്യപേപ്പർ നോക്കുന്നതിലൂടെ ഉത്തരങ്ങൾ നോക്കുന്നതിലൂടെ കുറേ കാര്യങ്ങൾ പഠിക്കാൻ അല്ലെങ്കിൽ പ്രധാന ചോദ്യ മേഖലകളും കറണ്ട് അഫെയർ വിഭാഗങ്ങളും ഒക്കെ മനസ്സിലാക്കാൻ വളരെ ഉപകാരപ്രദമാവും. അപ്പം നമുക്ക് നോക്കാം. ഇനി കാറ്റഗറി കോഡ് 314/2024 നിങ്ങൾക്ക് ഈ PDF ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ വെറുതെ ഗൂഗിളിൽ ഈ ഒരു നമ്പർ സെർച്ച് ചെയ്താൽ മതി. അപ്പം മുന്നിൽ തന്നെ വരും, ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ PDF വരും. അതുപോലെ ഇതിൻ്റെ ഫൈനൽ ആൻസർ കീ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ 314/2024 ഫൈനൽ ആൻസർ കീ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ മതി. അപ്പം അതുപോലെ തന്നെ ആ ഒരു ലിങ്ക് വരും, നേരെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഇതിൻ്റെ ഡേറ്റ് ഓഫ് ടെസ്റ്റ് ഒരു മാസം മുന്നേ മാർച്ച് 11 അപ്പം വളരെ പ്രധാനപ്പെട്ടൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം: താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ 1929 ലാഹോർ സമ്മേളനവുമായി ബന്ധമില്ലാത്തത് ഏത്? ഓക്കെ, ബന്ധമില്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി എന്ന് പറയുമ്പോൾ എന്താണ്? 4 മാത്രം. അപ്പം ഈ 4 എന്താണ് പറയുന്നത്? 1930 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചു. അത് തെറ്റാണല്ലേ. 1930 ജനുവരി 26 സ്വാതന്ത്ര്യ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചതെന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി ആദ്യത്തെ 3 സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് വായിച്ചു നോക്കാം. ആ 3 ശരിയാണ്. കോൺഗ്രസിൻ്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ചു. ജവഹർലാൽ നെഹ്റു കോൺഗ്രസ് അധ്യക്ഷനായി. സിവിൽ നിയമലംഘന സമരം ആരംഭിക്കാൻ തീരുമാനിച്ചു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ INCയുടെ സമ്മേളനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഫാക്റ്റുകളും പ്രധാനപ്പെട്ടതാണ്, PSC ചോദിക്കാറുണ്ട് എന്നാണ്. ഇനി അടുത്ത രണ്ടാമത്തെ ചോദ്യം: മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ കുറിച്ചുള്ള താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരി ഏത്? ഓക്കെ, ശരി ഏതാണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, എല്ലാം ശരിയാണ്. അപ്പം നമുക്ക് 4 സ്റ്റേറ്റ്മെൻറ്റും വായിച്ചു നോക്കാം. എല്ലാം പ്രധാനപ്പെട്ടതാണ്. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനൊക്കെ ഇടയ്ക്കിടയ്ക്ക് PSC ചോദിക്കാറുണ്ട്. 1939 KPCC പ്രസിഡൻ്റായിരുന്നു. 1930 ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിന് കോഴിക്കോട് വെച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ടു. അൽ അമീൻ പത്രത്തിൻ്റെ സ്ഥാപകനായിരുന്നു. ഈ അൽ അമീൻ പത്രം എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്? 1924. ഓക്കെ, ആ വർഷം ഓർത്തിരിക്കുക. അതുപോലെ ഫോർവേഡ് ബ്ലോക്കിൻ്റെ 4ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ഫോർവേഡ് ബ്ലോക്കിൻ്റെ കേരള ഘടകം പ്രസിഡൻ്റായിരുന്നു. ഫോർവേഡ് ബ്ലോക്ക് എന്ന് പറഞ്ഞ സംഘടന ആരാണ് സ്ഥാപിച്ചത്? അത് നമ്മുടെ സുഭാഷ് ചന്ദ്രബോസ് ആണല്ലേ. വർഷം ഏതാണ്? 1939 എന്നുകൂടി ഓർത്തിരിക്കുക. ഇനി അടുത്തത് 3ാമത്തെ ചോദ്യമാണ്: താഴെ കൊടുത്തവയിൽ തെറ്റായ ജോഡി ഏത്? അപ്പോൾ ഇതിൻ്റെ ഉത്തരം നമുക്ക് ആദ്യം നോക്കാം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി എന്താണ്? 3 മാത്രം. അപ്പം ഇതിൽ 3 മാത്രമാണ് തെറ്റായിട്ടുള്ള ജോഡി. സണ്ണിയാറ്റ്സൺ റഷ്യൻ വിപ്ലവം അല്ലേ, അത് തെറ്റാണ്. സണ്ണിയാറ്റ്സൺ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്? ചൈനീസ് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണെന്ന് ഓർത്തിരിക്കുക. ഇനി നമുക്ക് ബാക്കി 3 ജോഡികൾ നോക്കാം. ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. ബാസ്റ്റേലിൻ്റെ പതനം അല്ലേ, ആ ഒരു ജയിൽ തകർത്തത് അല്ലേ, ബാസ്റ്റേൽ ജയിൽ തകർത്തത് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതേമാതിരി റൂസോ എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്? ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. അതിൻ്റെ ജോഡി എന്താണ്? സാമൂഹ്യ കരാർ അല്ലേ. സാമൂഹ്യ കരാർ എന്ന് നമ്മൾ ചിലപ്പോൾ അധികം കണ്ടുപരിചയമുണ്ടാവില്ല, പക്ഷെ നിങ്ങൾ കേട്ടിട്ടുള്ള വാക്ക് എന്തായിരിക്കും? സോഷ്യൽ കോൺട്രാക്റ്റ് അല്ലേ. അത് റൂസോൻ്റെ ഒരു കൃതിയാണ്, സോഷ്യൽ കോൺട്രാക്റ്റ്. അതിൻ്റെ മലയാളമായിട്ടാണ് ഇവിടെ കൊടുത്തത്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കാത്തവരൊക്കെ ചിലപ്പം എന്താണ് കൺഫ്യൂഷൻ ആവും. ഓക്കെ, ഇനി അടുത്തത് 4ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്: WTO 1995 സ്ഥാപിച്ചു. WTO എന്ന് പറയുമ്പോൾ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ അല്ലേ, അതിൻ്റെ ഫുൾ ഫോം ഓർത്തിരിക്കുക. ഇത് എപ്പോഴും PSC ചോദിക്കുന്ന ഒരു പോയിൻ്റാണ്. WTO 1995, അത് വർഷം എടുത്ത് ചോദിക്കാറുണ്ട്. സിംഗിൾ എന്താണ്, 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് WTO സ്ഥാപിച്ച വർഷം എന്നാണെന്ന് ചോദിച്ചിട്ട്. ഓക്കെ, ഇനി അടുത്ത 4ാമത്തെ ചോദ്യം: താഴെ കൊടുത്ത പ്രസ്താവനകളിൽ രാജാറാം മോഹൻ റോയുമായി ബന്ധപ്പെട്ട ശരി ഏത്? അപ്പം കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി, എല്ലാം ശരിയാണ്. അപ്പോൾ നമുക്ക് 4 സ്റ്റേറ്റ്മെൻറ്റും വായിച്ചു നോക്കാം. മിറാത്തുൽ അക്ബർ എന്ന വാരിക ആരംഭിച്ചു അല്ലേ. ഈ മിറാത്തുൽ അക്ബർ എന്ന് പറയുമ്പം അത് ഏത് ഭാഷയിൽ പ്രസിദ്ധീകരിച്ച വാരികയാണെന്ന് ചോദിക്കാറുണ്ട്. പേർഷ്യൻ
ഭാഷ. ഓക്കെ, പേർഷ്യൻ ഭാഷയാണെന്ന് ഓർത്തിരിക്കുക. മിറാത്തുൽ അക്ബർ. ഇനി രണ്ടാമത്തേത് ആത്മീയ സഭ സ്ഥാപിച്ചു. ഈ ആത്മീയ സഭയുടെ വർഷം ചോദിക്കാറുണ്ട്. 1915 ഓർത്തിരിക്കുക. ഇനി അടുത്തത് തൂഫത്തുൽ മുവാഹിദ്ദീൻ എന്ന ഗ്രന്ഥം എഴുതി. ഓക്കെ, ഇത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തൂഫത്തുൽ മുവാഹിദ്ദീൻ്റെ മലയാളം എന്താണെന്ന് ചോദിക്കാറുണ്ട്. ഓക്കെ, എന്താണ്? ഏകദൈവ വിശ്വാസികൾക്ക് ഒരു സമ്മാനം അല്ലെങ്കിൽ ഒരു ഉപഹാരം. ഓക്കെ, ഏകദൈവ വിശ്വാസികൾക്ക് ഒരു സമ്മാനം, അതാണ് അതിൻ്റെ മലയാളം. ഇതും എന്താണ്? പേർഷ്യൻ ഭാഷയിലാണെന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി അടുത്ത നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, സമ്പാദ് കൗമുദി എന്ന വാരിക തുടങ്ങി. ഈ സമ്പാദ് കൗമുദി ഏത് ഭാഷയിലാണെന്ന് ചോദിക്കാറുണ്ട്. അത് ബംഗാളി ഭാഷയിലാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, ഇപ്പോൾ പറഞ്ഞ പോയിന്റുകളൊക്കെ ഓർത്തിരിക്കുക. ഇനി നമുക്ക് അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. താഴെ കൊടുത്ത ചരിത്ര സംഭവങ്ങൾ പരിശോധിച്ച് ശരിയായ കാലഗണനാക്രമം ഏതെന്ന് കണ്ടെത്തുക. ഓക്കെ, അപ്പോൾ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി, 4, 3, 1, 2. ഓക്കെ, അപ്പോൾ ആദ്യം നടന്നത് മഹാത്മാഗാന്ധിയുടെ ആദ്യ കേരള സന്ദർശനം അല്ലേ? അതെന്നാണ്? 1920 ഓഗസ്റ്റ് 18 അപ്പം 1920 അല്ലേ? അത് ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് പഠിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് മഹാത്മാഗാന്ധി 5 തവണയാണ് കേരളത്തിൽ വന്നിട്ടുള്ളത്. 5 വർഷവും മാസവും ഡേറ്റും എന്ത് കാരണത്താലാണ് അവിടെ കേരളത്തിൽ വന്നത് അല്ലേ, എന്ത് സാഹചര്യത്തിലാണ് കേരളത്തിലേക്ക് വന്നത് എന്നുള്ളതും പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പോൾ 1920 വന്നിട്ടുണ്ട്, 25 വന്നിട്ടുണ്ട്, 1927 വന്നിട്ടുണ്ട്, 1934 1937 അവസാനമായിട്ടും വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തെ അതാണ് അല്ലേ, അതിന് ശേഷം നടന്ന മൂന്നാമത്തെ, അതായത് വൈക്കം സത്യാഗ്രഹം. 1924 വൈക്കം സത്യാഗ്രഹം നടന്നത്. അതിനുശേഷം 1 ഗുരുവായൂർ സത്യാഗ്രഹം. 1931 ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത്. അതുപോലെ ഏറ്റവും അവസാനം നടന്നത് ഏതാണ്? ക്ഷേത്രപ്രവേശന വിളംബരം അല്ലേ, 1936. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ഈ വർഷങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. വർഷങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ അല്ലേ നമുക്ക് ഈ ഒരു കാലഗണനാ ക്രമത്തിൽ എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ അതായത് PSC ഇവിടെ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഈ വർഷങ്ങളൊക്കെ പഠിച്ചു വെക്കണം. ഓരോ സംഭവങ്ങളും കേരള ഹിസ്റ്ററിയായിട്ട് ബന്ധപ്പെട്ട് നടന്നിട്ടുള്ളത് പല കാര്യങ്ങളുടെയും വർഷങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ഓർഡറിൽ ഓർത്തിരിക്കണം എന്നുള്ളൊരു ഹിൻ്റാണ് PSC ഇവിടെ തരുന്നത്. ഇനി അടുത്തത് ക്വസ്റ്റ്യൻ 6, താഴെ കൊടുത്തവയിൽ നിന്ന് ശരിയായ ജോഡി കണ്ടെത്തുക. അപ്പം കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് അല്ലേ, അതായത് 1, 3 ഈ 2 ജോഡികളാണ് ശരിയായിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഒന്നെന്താണ്? നീലദർപ്പൺ അല്ലേ, നീലദർപ്പൺ അല്ലെങ്കിൽ നീൽദർപ്പൺ എന്നൊക്കെ പറയും. അത് എഴുതിയത് അതൊരു നാടകമാണെന്ന് ഓർത്തിരിക്കുക. അത് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ബംഗാളിലെ നീലം കർഷകരുടെ ദുരിതത്തെ പറ്റി പ്രതിപാദിക്കുന്ന ഒരു നാടകമാണെന്ന് ഓർത്തിരിക്കുക. അത് എഴുതിയിട്ടുള്ള വ്യക്തിയാണ് ദീനബന്ധു മിത്ര. ഓക്കെ, ഈ നീൽദർപ്പൺ എന്താണെന്ന് ചോദിക്കാറുണ്ട്. കഥയാണോ, കവിതയാണോ, നാടകമാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ നാടകമാണെന്ന് ഓർത്തിരിക്കണം. പിന്നെ അതിൻ്റെ എഴുതിയ ആളെ ചോദിക്കാറുണ്ട്, ദീനബന്ധു മിത്ര. പിന്നെ ദീനബന്ധു വേറെയാണ് കേട്ടോ, മാറിപ്പോരുത്. ദീനബന്ധു ഉണ്ടാവും ഓപ്ഷനിൽ, ചിലപ്പോൾ ദീനബന്ധു മിത്രയും ഉണ്ടാവും. ഈ ദീനബന്ധു എന്ന് പറയുന്നത് ആരാണ്? CF ആൻഡ്രൂസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്രിസ്ത്യൻ മിഷണറിയാണ്. ബ്രിട്ടീഷുകാരനായിരുന്നു. ഗാന്ധിജിയുടെ വളരെ അടുത്ത സുഹൃത്തായിരുന്നു എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അത് വേറെ തന്നെ ഒരു വ്യക്തിയാണ് ദീനബന്ധു എന്ന് പറയുന്നത്. ദീനബന്ധു എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു നിക് നെയിമാണ്. അദ്ദേഹം അറിയപ്പെടുന്ന ഒരു പേരാണ്. CF ആൻഡ്രൂസ് എന്നാണ് ശരിയായിട്ടുള്ള പേര്. ഇനി മൂന്നാമത്തതും ശരിയാണ് അല്ലേ. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു, മൗലാന അബ്ദുൽ കലാം ആസാദ്. ഈ മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ ആത്മകഥയാണ് ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു. ചിലപ്പോൾ നമ്മൾ മലയാളത്തിൽ അധികം കേട്ട് പരിചയം ഉണ്ടാവില്ല, ഇംഗ്ലീഷ് പേരായിരിക്കും നമ്മൾ കൂടുതലും കേട്ടിട്ടുണ്ടാവുക. എന്താണത്? ഇന്ത്യ വിൻസ് ഫ്രീഡം അല്ലേ, അതിൻ്റെ നേരെ മലയാളത്തിലേക്ക് ആക്കിയതാണത്. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു. ഇനി നമുക്ക് മറ്റ് 2 എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് കൂടി നോക്കാം അല്ലേ. ഹിന്ദ് സ്വരാജ് ആരെഴുതിയതാണ്? BR അംബേദ്കർ എഴുതിയതല്ല. പിന്നെ ആരാണ്? ഗാന്ധിജി അല്ലേ. ഗാന്ധിജീൻ്റെ ആദ്യത്തെ പുസ്തകമാണ് ഹിന്ദ് സ്വരാജ്. ഗാന്ധിജി എഴുതിയ ആദ്യത്തെ പുസ്തകമാണ് ഹിന്ദ് സ്വരാജ്. അത് എഴുതിയ വർഷം ഓർത്തിരിക്കണം, 1909. ഇനി നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, തോട്ട്സ് ഓൺ പാകിസ്ഥാൻ അല്ലേ. ഈ തോട്ട്സ് ഓൺ പാകിസ്ഥാൻ എന്ന പുസ്തകം എഴുതിയത് BR അംബേദ്കർ ആണ്. ഓക്കെ, ഓർത്തിരിക്കുക, BR അംബേദ്കർ, തോട്ട്സ് ഓൺ പാകിസ്ഥാൻ. ഇനി നമുക്ക് 7ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഗ്രാനൈറ്റ് ഏത് തരം ശിലകൾക്ക് ഉദാഹരണമാണ്? ഏതിനാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, ആഗ്നേയ ശിലകൾ.
അല്ലേ? ശിലകളുടെ മാതാവ് അല്ലെങ്കിൽ ശിലകളുടെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്നത് ആഗ്നേയ ശിലകളാണെന്ന് ഓർത്തിരിക്കുക. അതുപോലെ ഇവിടെ ഇപ്പോൾ കായാന്തരിക ശിലകളും അവസാദ ശിലകളൊക്കെ പറയുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഉദാഹരണങ്ങൾ പഠിച്ചു വെക്കുക. ഇതുപോലെ തന്നെ PSC ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനി അടുത്തത് ക്വസ്റ്റ്യൻ 8 അല്ലേ? ഇന്ദ്രാവതി, ശബരി എന്നീ നദികൾ ഏത് ഉപദ്വീപീയ നദികളുടെ പോഷക നദികളാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ഗോദാവരിയാണ് അല്ലേ? അപ്പോൾ നമ്മൾ എല്ലാ ഉപദ്വീപീയ നദികളുടെയും പോഷക നദികളുടെ പേര് പഠിച്ചു വെക്കണം. ചിലപ്പോൾ അതേമാതിരി ചേരുംപടിയോ അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് ചോദിക്കാനൊക്കെ സാധ്യതയുണ്ട്. ഓക്കെ, ഇനി അടുത്ത 9ാമത്തെ ചോദ്യമാണ്. കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീര കനാൽ ഏത് പേരിൽ അറിയപ്പെടുന്നു? കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ദേശീയ ജലപാത 3 അല്ലേ? അപ്പം ഇവിടെ ദേശീയ ജലപാത ഏത് മുതൽ ഏത് വരെ ഉള്ളതാണെന്ന് ചോദിക്കാറുണ്ട്. അത് ഓർത്തിരിക്കുക. കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയാണെന്നുള്ളതും ഓർത്തിരിക്കാം അല്ലേ? തിരിച്ചും PSC ചോദ്യം ചോദിക്കാം അല്ലേ? ഇനി വേറൊരു ചോദ്യം നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് കേരളത്തിലാകെ എത്ര ദേശീയ ജലപാതകൾ ഉണ്ട് എന്നുള്ളതാണ്. ആകെ 5 എണ്ണമാണെന്നുള്ളത് ഓർത്തിരിക്കുക. അത് ഏതൊക്കെയാണെന്നും ചോദിക്കാറുണ്ട്. ദേശീയ ജലപാത 3 അല്ലേ, നമ്മളിപ്പോൾ പഠിച്ചു. പിന്നെ 8 ഉണ്ട്, 9 ഉണ്ട്, 13 ഉണ്ട്, പിന്നെ 59 അല്ലേ, 59. അങ്ങനെ 5 എണ്ണം അല്ലേ? 3, 8, 9, 13, 59 അല്ലേ, 59. അങ്ങനെ 5 എണ്ണം. ഇനി അടുത്ത് 10ാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. നാഷണൽ റിമോട്ട് സെൻസിങ് സെൻറ്ററിൻ്റെ അല്ലെങ്കിൽ NRSC അല്ലേ, NRSC ആസ്ഥാനം എവിടെയാണ്? ചിലപ്പോൾ ഈ NRSCൻ്റെ ഫുൾ ഫോം ചോദിക്കാം. ഓക്കെ, ഇതിൻ്റെ ഉത്തരം എന്താണ് വരുന്നത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ഹൈദരാബാദാണ്. അപ്പോൾ ഇതുമായിട്ട് കൺഫ്യൂഷനായി പോകുന്ന വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിമോട്ട് സെൻസിങ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥാപനമുണ്ട്, IIRC എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിമോട്ട് സെൻസിങ്ങിൻ്റെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിക്കാറുണ്ട്. അത് ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിലെ ഡെറാഡൂൺ എന്ന സ്ഥലത്താണെന്ന് ഓർത്തിരിക്കുക. ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും. ഓക്കെ, ഇനി അടുത്തത് അതിന് കൂടെ തന്നെ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. നാഷണൽ റിമോട്ട് സെൻസിങ് ഡേ അല്ലേ, ദേശീയ റിമോട്ട് സെൻസിങ് ദിനം ചോദിക്കാറുണ്ട് PSC. അത് ഓഗസ്റ്റ് അല്ലേ, ഓഗസ്റ്റ് 12 അതും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇനി ക്വസ്റ്റ്യൻ 11. ഡോക്ടർ എന്നറിയപ്പെടുന്ന പ്രാദേശിക വാദം ഏത്? കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ഹർമാറ്റൻ അല്ലേ, ഹർമാറ്റൻ. അപ്പം ഇവിടെ നമ്മൾ പഠിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ പ്രാദേശികവാദങ്ങൾ ഇതേമാതിരി ഉണ്ട്. ഇന്ത്യയിലും ഇന്ത്യൻ്റെ പുറത്തുള്ളതും പല രാജ്യങ്ങളിലായിട്ടുള്ളതുണ്ട്. അതിൽ PSC ചോദിക്കുന്ന ചില സ്ഥിരം ചോദ്യങ്ങളിൽ ഒന്നാണ് ഇപ്പോൾ നമ്മളിപ്പോൾ കണ്ടിട്ടുള്ള ഈ ഡോക്ടർ എന്ന് പറയുന്ന സാധനം. അതുപോലെ വേറെയും കുറേ ചോദ്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കണ്ടെത്തി പഠിക്കണം. പ്രാദേശികവാദം എന്ന് യൂട്യൂബിലോ ടെലഗ്രാമിലൊക്കെ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ ഒക്കെ കണ്ട് നോട്ട് എഴുതി വെച്ചിട്ട് പഠിക്കുക. ഓക്കെ, ഇപ്പം നമുക്കിവിടെ ചിനൂക്ക് എന്ന് പറയുന്ന ഒരു പ്രാദേശികവാദം കണ്ടില്ലേ അല്ലേ, ഓപ്ഷൻ ഡിയിലുള്ളത്. അതിൻ്റെ മറ്റൊരു പേരാണ് മഞ്ഞു തിന്നുന്നവൻ. ഓക്കെ, മഞ്ഞു തിന്നുന്നവൻ എന്നറിയപ്പെടുന്ന പ്രാദേശികവാദം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചിനൂക്കാണ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ചോദ്യം തരാം. നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ഓക്കെ, ചളി തിന്നുന്നവൻ എന്നറിയപ്പെടുന്ന പ്രാദേശികവാദം ഏതാണ്? ഓക്കെ, നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് കമൻറ്റ് ചെയ്യുക. അടുത്ത 12ാമത്തെ ചോദ്യമാണ്. ഭാവിയിലെ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ അളവ് കുറയ്ക്കുന്നതിനെ വിളിക്കുന്ന പേരെന്ത്? കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ലഘൂകരണം. ഓക്കെ, ഭാവിയിലെ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ അളവ് കുറയ്ക്കുന്നതിനെ വിളിക്കുന്ന പേര് ലഘൂകരണം. ആ പേരിൽ തന്നെ അറിയാം അല്ലേ, നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും, ലഘൂകരണം. ഇനി ഇതിന് തൊട്ട് മുന്നുള്ള ഈ ഡോക്ടർ അല്ലേ, ഈ ഒരു പ്രാദേശികവാദവുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടി പറയാം. ഈ ലൂ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ അല്ലേ ഉത്തരേന്ത്യൻ ഭാഗത്ത് കാണപ്പെടുന്ന ഒരു പ്രാദേശികവാദമാണെന്ന് ഓർത്തിരിക്കുക. അതുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള ഫാക്റ്റ് നിങ്ങൾ എന്തായാലും പഠിക്കണം. അധിക PSC പരീക്ഷകളിൽ കാണുന്നൊരു ചോദ്യവും ഉത്തരവാണ് ഈ ലൂവുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. ഓക്കെ, ഇനി നമുക്ക് 13ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഇന്ത്യയുടെ റിസർവ് ബാങ്കിൻ്റെ ഇപ്പോഴത്തെ ഗവർണർ ആരാണ്? അല്ലേ, അതൊരു കറണ്ട് അഫെയറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ എന്താണ്? സഞ്ജയ് മൽഹോത്ര. അത് നമുക്ക് ഓർത്തിരിക്കാൻ കുറച്ച് ഒരു എളുപ്പവഴി നമ്മൾ കണ്ടുപിടിക്കണം. കാരണം നമ്മുടെ CAGൻ്റെ പേരും അതേമാതിരി നമ്മുടെ സുപ്രീം കോർട്ട് ചീഫ് ജസ്റ്റിസിൻ്റെ പേരൊക്കെ ഇതേമാതിരി സാദൃശ്യമുള്ള പേരുകളാണ്, സഞ്ജീവ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം നമ്മൾ കൺഫ്യൂഷനായി പോകാൻ സാധ്യത കൂടുതലുണ്ട്. അപ്പം ഈ സഞ്ജയ് മൽഹോത്ര എന്നുള്ള പേര് എങ്ങനെ ഓർത്തിരിക്കുക? നമ്മൾ റിസർവ് ബാങ്ക് എന്ന് പറയുമ്പോൾ ക്യാഷ് അല്ലെങ്കിൽ എന്താണ്
ക്യാഷുമായി ബന്ധപ്പെട്ടുള്ള സാധനമാണ്. അപ്പോൾ നമ്മൾ ക്യാഷൊക്കെ ഓരോ ഷോപ്പിലൊക്കെ പോകുമ്പോൾ നമ്മൾ എത്രയായി എന്നൊക്കെയല്ല ചോദിക്കുക, എത്രയായി, എത്ര രൂപ ഉണ്ട് കയ്യിൽ, അല്ലെങ്കിൽ ഒരാളടുത്ത് എത്ര രൂപ ഉണ്ട് കയ്യിൽ, അല്ലെങ്കിൽ ഈ സാധനത്തിന് എത്ര രൂപയായി, അങ്ങനെയൊക്കെയല്ല നമ്മൾ ചോദിക്കുക. എത്ര എന്ന് പറയുന്നത് അധികം ഒരു എമൗണ്ട് അല്ലെങ്കിൽ ക്യാഷുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നമ്മൾ ഓർത്തിരിക്കുക, അതായത് റിസർവ് ബാങ്കുമായിട്ട് ബന്ധപ്പെടുത്തി ഓർത്തിരിക്കുക. അതായത് സഞ്ജയ് മൽഹോത്ര അല്ലേ, എത്ര എന്ന് പറയുമ്പോൾ ക്യാഷ്, റിസർവ് ബാങ്ക്, അങ്ങനെ ഓർത്തിരിക്കുക. ഇനി നമുക്ക് 14ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. താഴെ കൊടുത്തിട്ടുള്ളവയിൽ പ്രത്യക്ഷ നികുതിക്ക് ഉദാഹരണമാണ്. കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി, വരുമാന നികുതി അല്ലേ. പ്രത്യക്ഷ നികുതി എന്ന് പറയുമ്പോൾ ആ ഒരു വ്യക്തിൻ്റെ മേലെ ഡയറക്റ്റ് വരും അല്ലേ, അതിൻ്റെ ഭാരം, ആ ഒരു നികുതിൻ്റെ ഭാരം ആ ഒരു വ്യക്തിൻ്റെ മേലെ ഡയറക്റ്റ് വരും. അതുകൊണ്ടാണ് അതിന് പ്രത്യക്ഷ നികുതി എന്ന് പറയുന്നത്. ഉദാഹരണമാണ് വരുമാന നികുതി, അതുപോലെ കോർപ്പറേറ്റ് നികുതി അല്ലേ, ഇതൊക്കെ പ്രത്യക്ഷ നികുതികൾക്ക് ഉദാഹരണമാണ്. ബാക്കി വരുന്ന 3 അപ്പം എന്താണ് നമുക്ക് മനസ്സിലാക്കാം? പരോക്ഷ നികുതി അല്ലേ, പരോക്ഷ നികുതിക്ക് ഉദാഹരണമാണ് ബാക്കി 3. അപ്പോൾ നിങ്ങൾ ഈ പരോക്ഷ നികുതിയും പ്രത്യക്ഷ നികുതിയൊക്കെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട്, നോട്ട് ഉണ്ടാക്കിയിട്ട് പഠിക്കണം. ഓക്കെ. അതുപോലെ ഈ തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യൻ, നമ്മുടെ പരീക്ഷയ്ക്ക് പോകുന്നതിന് ഒരാഴ്ച മുന്നേ നിങ്ങൾ ഈ ഇതുമാതിരി ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആൾക്കാരുടെ അല്ല സ്ഥാപനങ്ങളുടെയൊക്കെ ഉന്നതമായിട്ടുള്ള ചെയർമാൻ അല്ലെങ്കിൽ ഗവർണർ, അങ്ങനെ ഉയർന്ന സ്ഥാനങ്ങളിലൊക്കെ ഇരിക്കുന്ന വ്യക്തികൾ ആരൊക്കെയാണെന്നുള്ളത് പഠിച്ചിട്ട് പോകണം. എപ്പോൾ വേണമെങ്കിലും മാറാം. അപ്പം നിങ്ങൾ പരീക്ഷേൻ്റെ തൊട്ട് മുന്നേ ഒരാഴ്ച മുന്നേ ഒക്കെ നിങ്ങൾ നോക്കിയിട്ട് അത് പഠിച്ചാൽ മതി അല്ലേ, എന്നാലേ നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പേര് കിട്ടുള്ളൂ. ഇനി നമുക്ക് 15ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. നബാർഡ് സ്ഥാപിതമായ വർഷം. ഇത് PSCൻ്റെ സ്ഥിരം ചോദ്യമാണ് അല്ലേ. കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ സി, 1982. അപ്പം ഇതിൻ്റെ അകത്ത് വർഷം മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. മറ്റ് പല ക്വസ്റ്റ്യൻ പേപ്പറിലും വർഷത്തോടൊപ്പം മാസവും തീയതിയും ചോദിക്കാറുണ്ട്. അപ്പം 1982 ജൂലൈ 12 ആണെന്നുള്ളത് ഓർത്തിരിക്കുക. അത് ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ ചിലപ്പോൾ ജൂലൈ 11, ജൂലൈ 12, 13, 14 അങ്ങനെയൊക്കെയൊക്കെ ഓപ്ഷൻ തരിക. അപ്പോൾ നമുക്ക് കറക്റ്റ് ഓർമ്മ വേണം. 82 ജൂലൈ 12. ഇനി ഈ നബാർഡിൻ്റെ ഫുൾ ഫോം നിങ്ങൾ പഠിക്കണം. പിന്നെ നബാർഡിൻ്റെ ചെയർമാൻ ആരാണെന്നുള്ളത് നിങ്ങൾ പഠിക്കണം. അതൊരു മലയാളിയാണെന്നുള്ള ഓർത്തിരിക്കുക. പേര് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് കമൻറ്റ് ചെയ്യുക. ഓക്കെ. ഇപ്പോഴത്തെ 16ാമത്തെ ചോദ്യം, ഇപ്പോഴത്തെ ലോക ബാങ്ക് പ്രസിഡന്റ് ആരാണ്? കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻസ് ബി, അജയ് ബംഗ അല്ലേ. അദ്ദേഹം ഒരു ഇന്ത്യൻ വംശജനാണ്, അജയ് ബംഗ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. ഇനി 17ാമത്തെ ചോദ്യം, അതായത് ഈ ചോദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ലോകത്തുള്ള പ്രധാനപ്പെട്ട ഓർഗനൈസേഷൻസിൻ്റെ ഒക്കെ തലപ്പത്തിരിക്കുന്ന ആൾക്കാരുടെ പേര്, പ്രസിഡന്റ്, ചെയർമാൻ, ഇതൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ. ഇന്ത്യയിലുള്ളത് മാത്രം പോരാ, ലോകത്തുള്ള സംഘടനകളൊക്കെ നമ്മൾ പഠിക്കണം. യൂണിസെഫ് അല്ലെ UNO അല്ലെ, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ അല്ലെ WHO, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, അതൊക്കെ നമ്മൾ പഠിച്ചു പോകണം. അതൊക്കെ PSC ചോദിക്കാറുണ്ട്. ഇനി 17ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ആദ്യത്തെ ഔദ്യോഗിക സെൻസസ് നടന്ന വർഷം അല്ലേ. അപ്പം കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ സി, 1881 അല്ലേ. ആ സമയത്ത് ഈ സെൻസസ് നടത്തിയ സമയത്ത് ഉണ്ടായിരുന്ന നമ്മുടെ വൈസ്രോയി ആരാണ്? വൈസ്രോയി അല്ല, നമ്മുടെ വൈസ്രോയി ആരാണ്? റിപ്പൺ പ്രഭു അല്ലേ. റിപ്പൺ പ്രഭു ആണ് ഈ ഒരു സമയത്ത് ഔദ്യോഗിക സെൻസസ് നടന്ന സമയത്ത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ വൈസ്രോയി. ഇനി ഇതേപോലെ തന്നെ നമുക്ക് കൺഫ്യൂഷൻ ആവുന്ന വേറൊരു ചോദ്യമുണ്ട്. ഇതിപ്പോൾ ഔദ്യോഗിക സെൻസസ് എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇനിയിപ്പോൾ ചോദ്യം ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കും, ഇന്ത്യയിലെ ആദ്യത്തെ സെൻസസ്, ഔദ്യോഗിക എന്നില്ല, ഇന്ത്യയിലെ ആദ്യത്തെ സെൻസസ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 1872 ആണെന്ന് ഓർത്തിരിക്കുക. ആ സമയത്ത് ഉണ്ടായിരുന്ന വൈസ്രോയി ആരാണെന്നും ചോദിക്കാറുണ്ട്. അത് മേയോ പ്രഭു ആണെന്നും ഓർത്തിരിക്കുക. ഓക്കെ, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത്. 1872 ആദ്യത്തെ സെൻസസ് മേയോ പ്രഭു, 1881 ഔദ്യോഗിക സെൻസസ് വന്നു ആദ്യത്തെ അല്ലേ. അത് ആ സമയത്ത് റിപ്പൺ പ്രഭു ആണ് എന്നുള്ളതും ഓർത്തിരിക്കുക. ഇതുപോലെ തന്നെ തിരുവിതാംകൂർ നാട്ടുരാജ്യത്ത് ആദ്യത്തെ സെൻസസ് നടന്നത് 1836 സ്വാതി തിരുനാളായിരുന്നു. അതുപോലെ ക്രമീകൃത അല്ലെങ്കിൽ ഔദ്യോഗിക സെൻസസ് ആദ്യമായിട്ട് തിരുവിതാംകൂർ നാട്ടുരാജ്യത്ത് നടന്നത് 1875 ആയില്യം തിരുനാളിൻ്റെ കാലത്താണെന്നും ഓർത്തിരിക്കണം. ഇത് രണ്ടും കൺഫ്യൂസിങ് ഫാക്റ്റ് ആയതുകൊണ്ട് PSC ചോദിക്കുന്ന പോയിൻറ്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഓർത്തിരിക്കുക. 1836 സ്വാതി തിരുനാൾ,
ആദ്യത്തെ സെൻസസ് തിരുവിതാംകൂറിൽ. 1875 ആദ്യത്തെ ക്രമീകൃത സെൻസസ് ആയില്യം തിരുനാൾ എവിടെ? തിരുവിതാംകൂർ നാട്ടുരാജ്യത്ത്. ഇനി നമുക്ക് 18ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. സുവർണ വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അപ്പോൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, ഹോർട്ടികൾച്ചർ. അപ്പോൾ ഈ ഹോർട്ടികൾച്ചർ എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്? പഴം, പച്ചക്കറി ഇതിൻ്റെയൊക്കെ ശാസ്ത്രീയമായിട്ടുള്ള കൃഷിയുമായി അല്ലേ, ആ കൃഷി രീതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പഠനത്തിന് പറയുന്ന പേരാണ് അല്ലേ. അതുമാതിരി സെറികൾച്ചർ എന്താണ്? സെറികൾച്ചർ എന്ന് പറയുന്നത് പട്ടുനൂൽപ്പുഴുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശാഖയാണ്. അതുപോലെ പിസികൾച്ചർ എന്ന് പറയുന്നത് മത്സ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പഠനശാഖയാണ്. അപ്പം ഇതുപോലത്തെ കുറേ ശാഖകളുണ്ട്, അതും പഠിച്ചു വെക്കണം. അതിൻ്റെ കൂടെ തന്നെ ഈ കുറേ വിപ്ലവങ്ങളുണ്ട് അല്ലേ, സുവർണ വിപ്ലവം, നീല വിപ്ലവം, രജത വിപ്ലവം, അല്ലെങ്കിൽ എന്താണ് സിൽവർ വിപ്ലവം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കണം, ഇതും PSC ചോദിക്കാറുണ്ട്. ഇനി ക്വസ്റ്റ്യൻ 19. ഒരു പ്രത്യേക രോഗം മൂലം അകാലത്തിൽ മരണമടയുന്ന ആളുകളുടെ എണ്ണം അളക്കുന്ന സൂചിക. അപ്പോൾ അവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി, ആഗോള രോഗഭാരം അല്ലേ. നമ്മളധികം കേട്ടുപരിചയമില്ലാത്തൊരു വാക്കാണ് ആഗോള രോഗഭാരം. ഓക്കെ, ഒരു പ്രത്യേക രോഗം മൂലം അകാലത്തിൽ മരണമടയുന്ന ആളുകളുടെ എണ്ണം അളക്കുന്ന സൂചിക. ഇനി ഇതിൽ നമുക്ക് പ്രധാനമായിട്ട് പഠിക്കേണ്ട 2 ഓപ്ഷനുകളാണ് ബിയും ഡിയും. അതിൻ്റെ ഡെഫിനിഷൻ കുറച്ച് കൺഫ്യൂസിങ് ആണ്, അത് നമ്മൾ എന്തായാലും പഠിച്ചു വെക്കണം. ഓക്കെ, മാതൃമരണ നിരക്ക് എന്ന് പറയുന്നത് ഒരു വർഷത്തിൽ 1000 പ്രസവങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ ആ 1000 പ്രസവം നടന്ന സ്ത്രീകളിൽ എത്ര പേര് മരിക്കുന്നു എന്നുള്ളതാണ് ഈ മാതൃമരണ നിരക്ക്. ഓക്കെ, ഒരു വർഷത്തിൽ 1000 പ്രസവം നടക്കുന്നു, ആ 1000 പ്രസവത്തിൽ എത്ര സ്ത്രീകൾ അല്ലെങ്കിൽ എത്ര അമ്മമാർ മരിക്കുന്നു എന്നുള്ളതാണ് മാതൃമരണ നിരക്ക്. ഇനി ശിശുമരണ നിരക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വർഷത്തിൽ 1000 കുട്ടികൾ ജീവനോടെ ജനിക്കുന്നു അല്ലേ, ആ 1000 ജീവനോടെ ജനിച്ച കുട്ടികളിൽ എത്ര കുട്ടികൾ 1 വയസ്സാവുന്നതിന് മുന്നേ മരിച്ചു പോകുന്നു എന്നുള്ളതിൻ്റെ എണ്ണം, അതാണ് ശിശുമരണ നിരക്ക്. എന്താണ്, ഒന്നുകൂടി പറയാം. ഒരു വർഷത്തിൽ 1000 കുട്ടികൾ ജനിച്ചാൽ ആ 1000 കുട്ടികളിൽ എത്ര കുട്ടികൾ 1 വയസ്സ് ആവുന്നതിന് മുന്നേ മരിച്ചു പോകുന്നു എന്നുള്ളതിൻ്റെ കണക്കാണ് അല്ലെങ്കിൽ നിരക്കാണ് ശിശുമരണ നിരക്ക്. ഓക്കെ, അപ്പോൾ ഈ 1000 എന്നുള്ള വേർഡ് എന്തായാലും ഓർത്തിരിക്കുക. അത് PSC എപ്പോഴും മാറ്റി കൊടുക്കും. ചിലപ്പോൾ 100 കുട്ടികളിൽ, 1000 കുട്ടികളിൽ, അല്ലെങ്കിൽ 10000 കുട്ടികളിൽ എന്നൊക്കെ പറഞ്ഞിട്ട് മാറ്റും. അപ്പോൾ അത് ഓർത്തിരിക്കുക, രണ്ടും 1000 ശിശുമരണ നിരക്കായാലും മാതൃമരണ നിരക്കായാലും 1000 കുട്ടികളുടെ ആ കണക്കെടുത്തിട്ടാണ് ചെയ്യുന്നതെന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി ക്വസ്റ്റ്യൻ 20. ദിനേശ് ഗോസ്വാമി കമ്മിറ്റിയുടെ പരിഗണന വിഷയം എന്താണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, തിരഞ്ഞെടുപ്പ് പരിഷ്കരണം. ദിനേശ് ഗോസ്വാമി കമ്മിറ്റിയുടെ പരിഗണന വിഷയം എന്താണ്? തിരഞ്ഞെടുപ്പ് പരിഷ്കരണമാണെന്ന് ഓർത്തിരിക്കുക. ഇനി ക്വസ്റ്റ്യൻ 21. 2 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്, ഇതിലേതൊക്കെയാണ് ശരിയായിട്ടുള്ളതെന്നാണ് ചോദിക്കുന്നത്. അപ്പം കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, 1ഉം 2ഉം ശരിയാണ്. അപ്പോൾ നമുക്ക് 2 സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് വായിച്ചു നോക്കാം. സ്വകാര്യതയ്ക്കുള്ള അവകാശം ഭരണഘടനയുടെ അനുച്ഛേദം 21ൻ്റെ ഭാഗമാണ്. അത് ശരിയാണ് അല്ലേ. ആർട്ടിക്കിൾ 21 നമ്മുടെ സ്വകാര്യതയുമായിട്ടുള്ള അവകാശവുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്, കറക്റ്റാണ്. ഈ 2ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ജീവനോപാധികൾ തേടുവാനുള്ള അവകാശം ഭരണഘടനയുടെ അനുച്ഛേദം 21ൻ്റെ ഭാഗമാണ്. അതും ശരിയാണ് അല്ലേ. നമ്മൾ ജീവിക്കാനുള്ള അവകാശത്തെ പറ്റി പറയുന്നതൊക്കെ ആർട്ടിക്കിൾ 21ലാണ് അല്ലെങ്കിൽ അനുച്ഛേദം 21ലാണ്. ഇപ്പോൾ 2ഉം ശരിയാണ്. ഇനി ക്വസ്റ്റ്യൻ 22. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖപ്രകാരം ഏറ്റവും ശരിയായ പ്രസ്താവന ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, ഇന്ത്യ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കാണ്. അപ്പോൾ ഇവിടെ നമ്മൾക്ക് ഓർത്തിരിക്കേണ്ട കാര്യം, ഇതിൻ്റെ ഓർഡർ കറക്റ്റായിട്ട് പഠിക്കാം. ആദ്യം പരമാധികാരം വരണം, 2ാമത് സോഷ്യലിസ്റ്റ്, 3ാമത് മതേതരം, 4ാമത് ജനാധിപത്യം, 5ാമത് റിപ്പബ്ലിക് അല്ലേ. PSC ഇത് അങ്ങോട്ട് ഓർഡറൊക്കെ തെറ്റിച്ച് ചോദിക്കും, കാരണം നമ്മുടെ ഭരണഘടനയിലുള്ള അതേ ഓർഡറിൽ നമ്മൾ പഠിക്കണം. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഇംഗ്ലീഷ് എന്തൊക്കെയാണ്? സോവറിൻ, സോഷ്യലിസ്റ്റ്, അതേപോലെ സോഷ്യലിസ്റ്റിൻ്റെ മലയാളമാണ് സ്ഥിതിസമത്വം. ഓക്കെ, സ്ഥിതിസമത്വം എന്നായിരിക്കും ചിലപ്പം മലയാളത്തിൽ കൊടുക്കുക, ഇവിടെ സോഷ്യലിസ്റ്റ് തന്നെയാണ് കൊടുത്തത്. അതേമാതിരി മതേതരത്തിൻ്റെത് സെക്യുലറിസം അല്ലേ, സെക്യുലർ എന്നായിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ ജനാധിപത്യത്തിൻ്റെത് ഡെമോക്രാറ്റിക്, പിന്നെ റിപ്പബ്ലിക്കിൻ്റെ റിപ്പബ്ലിക് തന്നെ ആണല്ലേ. അപ്പം ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇനി 23ാമത്തെ ചോദ്യം, ഭരണകക്ഷിയിലെ
അംഗങ്ങൾ മാത്രം അധ്യക്ഷനാവുന്ന പാർലമെൻ്ററി കമ്മിറ്റി ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, എസ്റ്റിമേറ്റ് കമ്മിറ്റി അല്ലേ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ വേറെ 2 കമ്മിറ്റികൾ പ്രധാനപ്പെട്ട താഴെ കൊടുത്തിട്ടുണ്ട്, പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയും പബ്ലിക് അണ്ടർടേക്കിംഗ് കമ്മിറ്റിയും. അപ്പം ഈ 3 കമ്മിറ്റികളും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള എത്ര അംഗങ്ങളുണ്ടെന്ന് ആദ്യം പഠിക്കണം. പിന്നെ ലോകസഭയിൽ നിന്നും രാജ്യസഭയിൽ നിന്നും എത്ര അംഗങ്ങൾ വീതമാണ് ഉള്ളതെന്ന് നമ്മൾ പഠിക്കണം, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഇതിൻ്റെ ചെയർമാൻ ആകുന്നത് ആരാണ് എന്നൊക്കെ നമ്മൾ പഠിച്ചു വെക്കണം. അതുപോലെ ഈ കമ്മിറ്റികളുടെ കടമ എന്താണെന്നുള്ളതും പ്രധാനപ്പെട്ട കടമ എന്താണെന്നുള്ളതും നമ്മൾ പഠിച്ചു വെക്കണം. ഓക്കെ, ചിലത് നമ്മുടെ ഇപ്പം നമ്മൾ ഈ ബജറ്റിൻ്റെ കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യുന്ന ഒരു കമ്മിറ്റി ഉണ്ട്. അതുപോലെ നമ്മുടെ വരവ് ചെലവ് കണക്കുകളൊക്കെ ചെക്ക് ചെയ്യുന്ന മറ്റൊരു കമ്മിറ്റി ഉണ്ട്. അതുപോലെ നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ട് അല്ലേ, നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ അതിൻ്റെ കണക്കുകളും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്ന ഒരു കമ്മിറ്റി ഉണ്ട്. ഇതൊക്കെ ഏതൊക്കെയാണ് എന്നൊക്കെ ഉള്ളത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഇരുന്ന് പഠിക്കണം. ഇപ്പോൾ കുറേ പഠിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റുകൾ ഏതൊക്കെയാണെന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞു തന്നിട്ടുണ്ട്, നിങ്ങളത് കണ്ടെത്തിയിട്ട് പഠിക്കുക. ഓക്കെ, ഇനി 24ാമത്തെ ചോദ്യം, സെൻട്രൽ വിസ്ത പദ്ധതി ബന്ധപ്പെട്ടിരിക്കുന്നത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, പാർലമെൻറ്റ് സമുച്ചയ നിർമ്മാണം അല്ലേ. നമ്മുടെ ഇന്ത്യയിൽ പുതിയൊരു പാർലമെൻറ്റ് വന്നു അല്ലേ, ത്രികോണ ആകൃതിയിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കുറേ പ്രത്യേകതകളുണ്ട്, അതൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കണം. ആ പദ്ധതിൻ്റെ പേര്, അതിൻ്റെ അത് കോൺട്രാക്റ്റ് എടുത്ത് നടത്തിയത് ആരാണെന്നുള്ളത്, പിന്നെ അതിൽ എത്ര സീറ്റുകളുണ്ട് രാജ്യസഭയിലും ലോകസഭയിലും, പിന്നെ അതിൻ്റെ തീമുകൾ എന്ത് നിറത്തിലാണ്, എന്ത് തീമിലാണ് ഉണ്ടാക്കി, താമരയാണോ അല്ലെങ്കിൽ മയിലിൻ്റെ ആണോ അല്ലെങ്കിൽ ആൽമരത്തിൻ്റെ തീം എവിടെയാണ് ഉപയോഗിച്ചത് അല്ലേ, അവിടെ ഹാളുണ്ടോ, സെൻട്രൽ ഹാളുണ്ടോ ഇല്ലയോ, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ നിങ്ങൾ പഠിക്കണം. ഇനി അടുത്തത്, പിന്നെ ഇത് ഉദ്ഘാടനം ചെയ്തതെന്നാണ് അല്ലെങ്കിൽ ഉദ്ഘാടനം ചെയ്തത് ആരാണ്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ ആ സമയത്ത് എന്തെങ്കിലും നാണയം പുറത്തിറക്കിയിട്ടുണ്ടോ ഒരു ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടിട്ട്, അങ്ങനെയാണെങ്കിൽ ആ നാണയം എത്ര രൂപയുടെ നാണയമാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കുക. ഓക്കെ, ഇനി 25ാമത്തെ ചോദ്യം, ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, നവംബർ 26 ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് അല്ലേ. അതായത് നമ്മുടെ ഭരണഘടന ആദ്യമായിട്ട് അംഗീകരിച്ച ദിവസമാണ് നവംബർ 26. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ ഭരണഘടനാ ദിനമായിട്ട് നവംബർ 26 ആചരിക്കുന്നത്. പിന്നെ നമുക്ക് ജനുവരി 26 നമുക്കറിയാം അല്ലേ, റിപ്പബ്ലിക് ദിനമാണ് അല്ലേ, റിപ്പബ്ലിക് ദിനമായിട്ടാണ് നമ്മൾ ആചരിക്കുന്നത്. ഇനി ക്വസ്റ്റ്യൻ 26 നോക്കാം, പഞ്ചായത്തി രാജ് സംവിധാനത്തിന് ഭരണഘടനാ പദവി നൽകിയ കമ്മിറ്റി ഏത്? ഇത് PSC എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, തുങ്കൻ കമ്മിറ്റിയാണെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഈ പഞ്ചായത്തി രാജ് സംവിധാനവുമായി ബന്ധപ്പെട്ട ഒരു 7-8 കമ്മിറ്റികളുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് ആ കമ്മിറ്റികൾ? അതിൽ കുറച്ച് കമ്മിറ്റികൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കമ്മിറ്റികൾ ഓരോന്നും പഠിക്കുക, അതിൻ്റെ വർഷം ആദ്യം പഠിക്കുക. ആ കമ്മിറ്റികൾ വന്നിട്ടുള്ള വർഷം എന്നാണെന്നുള്ളത് ആദ്യം പഠിച്ചു വെക്കുക. അതിനുശേഷം ഈ ഓരോ കമ്മിറ്റിയിലും കൊണ്ടുവന്നിട്ടുള്ള പ്രധാനപ്പെട്ട ശുപാർശകൾ അല്ലേ, ശുപാർശ എന്നല്ല നമ്മൾ പറയാം, ശുപാർശ എന്നല്ലല്ലോ അല്ലേ, ശുപാർശകൾ ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾ പഠിച്ചു വെക്കുക. അപ്പോൾ കുറച്ചും കൂടി ഡീപ്പ് ലെവൽ ക്വസ്റ്റ്യനൊക്കെ ആണെങ്കിൽ ചിലപ്പം അങ്ങനെ ചോദിക്കാം. പക്ഷേ നമ്മുടെ 10th മെയിൻസിനൊക്കെ അത്രയ്ക്ക് അങ്ങോട്ട് പോകുമെന്ന് അറിയില്ല. എന്നാലും അതാണ് പറഞ്ഞത്, ഏറ്റവും മിനിമം നിങ്ങൾ ഈ കമ്മിറ്റികൾ ഏതൊക്കെയാണെന്നും ആ കമ്മിറ്റികൾ ഏത് വർഷമാണെന്നുള്ളതും ഓർത്തിരിക്കുക. ചിലപ്പോൾ ഇതിൻ്റെ ഓർഡർ കാലഗണനാക്രമത്തിൽ രേഖപ്പെടുത്താനൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ 27, പെൺകുട്ടികൾക്ക് സ്വയം രക്ഷയ്ക്കായി ആയോധന കലകളിൽ പരിശീലനം നൽകി ആത്മവിശ്വാസം വളർത്തുന്നതിനായി വിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, കരുത്ത് അല്ലേ. ഇപ്പോൾ ഈ കേരള ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രത്യേകിച്ച് ഈ സ്ത്രീകൾ, കുട്ടികൾ, പ്രായമായവർ അല്ലെങ്കിൽ വികലാംഗർ അല്ലേ, ഭിന്നശേഷിക്കാർ അല്ലെങ്കിൽ ഭിന്നലിംഗക്കാർ, ഇവരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പുതിയ പുതിയ പദ്ധതികളൊക്കെ നമ്മൾ പ്രത്യേകിച്ച് ഊന്നൽ കൊടുത്ത് പഠിക്കണം. ഇനി അടുത്തത് ക്വസ്റ്റ്യൻ 28 താഴെ പറയുന്നവയിൽ സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനുമായി യോജിക്കുന്ന പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, അതായത് 1ഉം 2ഉം മാത്രം ശരിയാണ് അല്ലേ. നമുക്ക് നോക്കി നോക്കാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ഇന്ത്യൻ ഭരണഘടനയുടെ 315 വകുപ്പിലാണ് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. അത് ശരിയാണ്, 315. ഇനി രണ്ടാമത്തേതോ, സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെയും മറ്റംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണറാണ്. അതും ശരിയാണ് അല്ലേ. സംസ്ഥാന പബ്ലിക്
സർവീസ് കമ്മീഷൻ ചെയർമാനും അംഗങ്ങളും നിയമിക്കുന്നത് ഗവർണറാണ്. പക്ഷേ അവരെ നീക്കം ചെയ്യുന്നത് ആരാണ്? അവരെ നീക്കം ചെയ്യുന്നത് പ്രസിഡൻ്റാണ്. അതുപോലെ അവരെ രാജി സമർപ്പിക്കുന്നത് ആർക്കാണ്? അവർ രാജി സമർപ്പിക്കുന്നത് ഗവർണർക്കാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇനി സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ചെയർമാൻ്റെ കാലാവധി 5 വർഷമാണെന്നാണ് ഇവിടെ പറയുന്നത്. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഇവിടെ തെറ്റായിട്ടുള്ളത്. അവരുടെ കാലാവധി എത്രയാണ്? 6 വർഷം അല്ലെങ്കിൽ 62 വയസ്സ്. ഇതിലേതാണോ ആദ്യമാവുന്നത് അതാണ് അവരുടെ കാലാവധി. ഓക്കെ, ഒന്നെങ്കിൽ 6 വർഷം അല്ലെങ്കിൽ 62 വയസ്സ്. അത് 62 വയസ്സിൽ കൂടാൻ പാടില്ല. ഓക്കെ, അത് ആ ഒരു നമ്പേഴ്സ് ഓർത്തിരിക്കുക. 6, 62, 6, 62, 6, 62. ഇനി ക്വസ്റ്റ്യൻ 29. ഓക്കെ, കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിയുടെ ചെയർമാൻ ആരാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, പരിസ്ഥിതി വകുപ്പ് മന്ത്രി അല്ലേ. ഈ പരിസ്ഥിതി വകുപ്പ് മന്ത്രി ആരാണ് നിലവിൽ? AK ശശീന്ദ്രനാണോ? അല്ല, AK ശശീന്ദ്രൻ എന്ന് പറയുന്നത് വനം വകുപ്പ് മന്ത്രിയാണ്. അപ്പോൾ അത് പരിസ്ഥിതിയുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്തിട്ട് നമ്മൾ കൺഫ്യൂഷനായി പോകരുത്. പരിസ്ഥിതി വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത് നമ്മുടെ പിണറായി വിജയനാണ് നിലവിൽ. അപ്പോൾ ഈ പരിസ്ഥിതി വകുപ്പ് നിയന്ത്രിക്കുന്നത് ആരാണ്? പിണറായി വിജയൻ, നമ്മുടെ മുഖ്യമന്ത്രിയാണെന്നുള്ളത് ഓർത്തിരിക്കാം. ഇവിടെ ചീഫ് സെക്രട്ടറീൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കറിയാം, അപ്പം ചീഫ് സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട് ഏപ്രിൽ 23 പുതിയൊരു ന്യൂസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പുതിയതായിട്ട് വരാൻ പോകുന്ന, അതായത് 50ാമത് ചീഫ് സെക്രട്ടറി ആരാണ്? A ജയതിലകനാണ് അല്ലേ. A ജയതിലകൻ. അപ്പം ആരാണ് ഇവിടെ വിരമിക്കാൻ പോണത്? 49ാമത് ചീഫ് സെക്രട്ടറി ആയിട്ടുള്ള ശാരദാ മുരളീധരൻ വിരമിക്കാൻ പോവുകയാണ്. വിരമിച്ച് കഴിയുമ്പോഴായിരിക്കും ഈ A ജയതിലകൻ ചാർജ് ഏറ്റെടുക്കുക. അപ്പം ഈ പരീക്ഷയ്ക്ക് പോകുന്നവരൊക്കെ ഉറപ്പിക്കണം, ശാരദാ മുരളീധരൻ എന്താണ് വിരമിച്ചോ അല്ലെങ്കിൽ A ജയതിലകൻ ഏറ്റെടുത്തോ എന്നൊക്കെ കറക്റ്റ് ഉറപ്പിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഉത്തരം കറുപ്പിക്കുക. ഓക്കെ, ഇനി അതുപോലെ കൃഷി വകുപ്പ് മന്ത്രി ആരാണ്? P പ്രസാദ് അല്ലേ. ഓപ്ഷൻ ഡിയിൽ കാണുന്ന കൃഷി വകുപ്പ് മന്ത്രി P പ്രസാദ് ആണെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ഇപ്പോൾ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് ഇതിൻ്റെ ലെങ്ത്ത് കൂടി പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം രണ്ടാമത്തെ വീഡിയോയിൽ നമ്മൾ ബാക്കി ക്വസ്റ്റ്യനുകളും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ അതിൻ്റെ കൂടെ ഈ പറയുന്ന റിലേറ്റഡ് ഫാക്ട്സും അല്ലെങ്കിൽ PSC ചോദിക്കുന്ന പ്രധാന ചോദ്യഭാഗങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ പറഞ്ഞത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്